എല്ലാവർക്കും ഹണീസ് ഈദൻ ഗാർഡൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരാണ്. ഇനി നമ്മൾക്ക് ന്യൂ ഇയർ വരികയാണ്. അപ്പോൾ ന്യൂ ഇയറിന് ഒരുപാട് റെസൊല്യൂഷൻസൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളെക്കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു റെസൊല്യൂഷൻസ് എടുക്കുന്നത് എപ്പോഴും ഒരു ന്യൂ ഇയറിന് നല്ലതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ കണ്ടൻറ്റായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പച്ചക്കറി നട്ടുകൊണ്ട് മാത്രമായില്ലല്ലോ, അതും ഓർഗാനിക്കായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ ഓർഗാനിക്കായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വെജിറ്റബിളിന് നല്ലൊരു വിളവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വളം റെഡിയാക്കി എടുക്കുന്നത്. അതിന് നമുക്ക് 1, 2, 3 സ്റ്റെപ്സ് മാത്രമേ വരുന്നുള്ളൂ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് നമ്മൾ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള വളം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതെ, ഈ വളം ചെയ്യാൻ വളം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് അതിന് 2-3 കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യത്തെ കാര്യം വേണ്ടത്, നമ്മൾ ഡെയിലി നമ്മുടെ കിച്ചണിൽ വരുന്ന നമ്മുടെ വേസ്റ്റ്, അതിൽ ഞാൻ മുട്ടത്തൊണ്ട് സെപ്പറേറ്റ് വെക്കാറുണ്ട്. അതേപോലെ തന്നെ മീറ്റിൻ്റെ ഐറ്റംസ് എന്തെങ്കിലും എല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് വെക്കാറുണ്ട്. കൂടുതലായിട്ട് പെട്ടെന്ന് നമുക്കത് മാന്യൂറായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് നമ്മുടെ വെജിറ്റബിൾസ്, ഉള്ളിത്തൊലി അതേപോലെയുള്ള അതിൻ്റെ വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത്, നമുക്ക് ആദ്യം ബേസായിട്ട് നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്യുക. അത് നമ്മൾ ചെറിയ ഇതുപോലെയുള്ളൊരു പാത്രത്തിലല്ലേ ഉണ്ടാവുള്ളൂ നമുക്കൊരു ദിവസത്തെ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ളിത്തൊലിയും കാര്യങ്ങളും ഇന്നത്തെ വേസ്റ്റാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമുക്കൊരു ദിവസത്തെ കൊണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 2-3 ദിവസത്തെ ഒരുമിച്ചായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന നമ്മുടെ സാധാരണ ചെടിച്ചട്ടി. ഞാൻ ഈ ചെടിച്ചട്ടി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി താഴ്ഭാഗത്ത് നമുക്ക് ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടെയാണ് നമ്മുടെ സ്ലറി നമുക്ക് ഈ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പാത്രം എടുത്തു, അതിൻ്റെ മേലെ നമ്മളൊരു ചെടിച്ചട്ടി വെച്ചു, എന്നിട്ട് നമ്മുടെ അന്നത്തെ വേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചിപ്പോൾ ചോറിൻ്റെ ഇതോ അങ്ങനെ എന്തെങ്കിലും വന്നുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതേപോലെ വേസ്റ്റ് കുറച്ചധികം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത്. ഇനി അടുത്തത് ഇവനാണ് നമ്മുടെ താരം. ഇതെന്ന് പറയുന്നത് ഇനോക്കുലമാണ്. ഇനോക്കുലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്മെല്ല് കാര്യങ്ങളൊന്നും കിച്ചൺ വേസ്റ്റിൽ നമുക്ക് ഈ ഒരു മാന്യൂറായി വരുന്ന ടൈം ഫ്രെയിമിൽ നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഇത്ര മതി. ഒരു പിടി ഇനോക്കുലം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മേലെ നമ്മൾ വെതറി കൊടുക്കുക. കുറച്ചേ വേണ്ടൂ, എന്നാലും ഞാൻ ചിലപ്പോൾ ഇടുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ എടുത്തിട്ട് ഇടാറുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പോട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് നെക്സ്റ്റ് ഡേയും നമ്മൾ റിപ്പീറ്റ് ദ സെയിം പ്രോസസ്സ്. അങ്ങനെ ഒരു 20 to 25 ഡേയ്സ്. ഞാൻ എപ്പോഴും എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഈ ഒരു ചട്ടി നിറയുമ്പോൾ ഞാനത് നിർത്തും, അടുത്ത ചട്ടി എടുക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത്. ഒരു ദിവസം നമുക്കൊരു 5 മിനിറ്റ്സ് മാത്രമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്ത മാന്യൂർ എങ്ങനെയാണ് നമുക്ക് മാന്യൂറായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ 20-25 ദിവസം റെഡി ആയിട്ടുള്ള നമ്മുടെ മാന്യൂർ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ചപ്പ് ചവറ് എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ചട്ടി വെച്ചതിൻ്റെ ഭാഗത്ത് വീഴുന്ന എനിക്ക് കുറച്ച് വള്ളിച്ചെടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ കരിയിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വളത്തിൻ്റെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു മാന്യൂർ. ഇത് നമ്മൾ ഓർഗാനിക് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഒരു ബക്കറ്റ് ഉണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്, ആ ഒരു ബക്കറ്റിലാണ് നമ്മൾ ഇതിൻ്റെ സ്ലറി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അതൊരു കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് ആ ഒരു സ്ലറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഇത് നീക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആ മാന്യൂർ എത്രത്തോളം ഫൈനായിട്ടൊരു പൗഡർ ഫോർമാറ്റിലാണ്. കണ്ടോ, ഇതേപോലെ പൊടിഞ്ഞ് ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കിതിൽ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മീറ്റിൻ്റെ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലൊക്കെ നമുക്ക് ദ്രവിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ മുട്ടത്തൊണ്ടൊക്കെ ദ്രവിക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് മുട്ടത്തൊണ്ട് യൂഷ്വലി ഞാൻ മാറ്റി വയ്ക്കാറാണ് പതിവ്. അത് ഈ എല്ല് കഷ്ണം കണ്ടോ, ഈ എല്ല് കഷ്ണമാണ് നമുക്ക് ദ്രവിക്കാണ്ട് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി നമ്മൾ എല്ലുപൊടി സെപ്പറേറ്റ് നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ടുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് ഈ ഒരു മാന്യൂർ റെഡി ആയിട്ട് കിട്ടും. ഈ ഒരു വളമാണ് ഞാൻ എൻ്റെ തോട്ടത്തിലുള്ള ചെടികൾക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ ഒരു മാന്യൂർ കുറച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സ്ലറി ഇട്ട് കൊടുക്കുക. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ജൈവ സ്ലറിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇത് പൊന്തിക്കുമ്പോൾ കാണിച്ചു തരാം. ഇതേപോലെയാണ്
നമുക്ക് ജൈവ സ്ലറിയുടെ കോൺസെൻട്രേറ്റഡ് ഫോർമാറ്റ് കിട്ടുന്നത്. ഒരു 2-3 പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ വേണം. അതുപോലെ ചെറിയൊരു ബക്കറ്റ് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ചെറുതായിട്ട് നമുക്ക് അരിച്ചെടുക്കാറുണ്ട് ഞാൻ എപ്പോഴും. കാരണം ചില സമയത്ത് ഈ പാത്രത്തിൻ്റെ അടിക്കൂടെ, ബക്കറ്റിൻ്റെ അടിക്കൂടെ ചെറിയ പുഴുക്കളുണ്ടല്ലോ, അത് അതിൻ്റെ അടിഭാഗത്ത് ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അരിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അത് കഴിഞ്ഞാൽ ഞാനൊരു ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് കോൺസെൻട്രേറ്റഡ് ഫോർമാറ്റിൽ ഈ സ്ലറി വരുന്നത്. ഈ ഒരു വലിയ ബക്കറ്റാണ്, അത് ഞാൻ ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതിലോട്ട് ഞാൻ ഈ ഒരു സ്ലറി ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ലറി നമ്മൾ കോൺസെൻട്രേറ്റഡ് ഫോർമാറ്റിൽ നിന്ന് നമ്മൾ വെള്ളം ചേർത്ത് നല്ലോണം ഇരട്ടിയാക്കണം. അത് 3 ഇരട്ടി 4 ഇരട്ടി ആക്കണം. ഇതുപോലെ നമ്മൾ പൈപ്പ് വെച്ച് നല്ലോണം വെള്ളം ചേർത്ത്, അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് നമ്മുടെ ചെടിയുടെ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് നല്ലോണം വെള്ളം നമ്മളത് ഫില്ലാവുന്ന വരെ നമ്മൾ അത് നിറയ്ക്കും. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേറ്റഡ് ഫോർമാറ്റിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികളുടെ കീഴ്ഭാഗത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബക്കറ്റ് ഇതാ ഫുള്ളായിട്ട് നിറഞ്ഞു തുടങ്ങി. അപ്പോൾ നിറഞ്ഞ് എന്നിട്ടും നമുക്കതൊരു കുറച്ചും കൂടി ഡൈല്യൂട്ട് ആവാനുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടോ, ഈ ഒരു ബക്കറ്റ് അളവിലാണ് ഞാൻ എപ്പോഴും ഫുള്ളായിട്ട് നിറച്ച് വെക്കാറുള്ളത്. അത് നമുക്ക് വഴുതനങ്ങയ്ക്ക് ഒഴിക്കാം, പയറിന് ഒഴിക്കാം, ഏതൊക്കെ ചെടികൾ നമുക്ക് നിൽക്കുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വഴുതനങ്ങയ്ക്കാണ് നമ്മൾ ഈ ഒരു ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ചെയ്യാറുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് തൂത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ഈ ഒരു വെള്ളം കറക്റ്റായിട്ട് അതിൻ്റെ വേരുകളിലേക്കും മണ്ണിലോട്ടും ഒക്കെ ഇറങ്ങി ചെല്ലാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഓസ് എടുത്തിട്ട് നമ്മുടെ ചെടീനെ ഒന്ന് നമ്മൾ വാട്ടറിങ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ ഇലകളും അതേപോലെ തന്നെ താഴ്ഭാഗത്ത് ആ മണ്ണൊക്കെ ഒന്ന് നമ്മൾ നനച്ചു കൊടുക്കും. അപ്പോൾ അത് നനച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ നമുക്ക് കാറ്റുകാലവും അതേപോലെ തന്നെ ഒരു വരണ്ട കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത് നനച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ആ ഒരു വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നല്ലൊരു ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ താഴ്ഭാഗം ഒന്ന് നനച്ചു കൊടുക്കും. ഞാൻ ചെയ്യുന്ന രീതികളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിനൊന്നും വലിയ സമയം വേണ്ട. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ചുറ്റും നിൽക്കുന്ന മാവും ഇതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നടന്ന് നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷമല്ലേ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എൻ്റെ കൂട്ടുകാരായ നിങ്ങളും ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും ഒരു സന്തോഷമല്ലേ? അപ്പോൾ ഈ ഒരു പുതുവത്സരത്തിൽ നമുക്ക് ഒരുപാട് ചെടികൾ വെക്കാം. ഇത് എൻ്റെ ചെടിത്തോട്ടത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നതാണ്. അതിൽ പയറുണ്ട്, അതേപോലെ തന്നെ ചീരയുണ്ട്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. പിന്നെ അടുത്തൊരു ട്രിക്ക് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, കത്രിക എടുത്തിട്ട് ഈ ഒരു വഴുതനങ്ങ ചെടിയിലത്തെ വലിയ വലിയ മൂത്ത് നിൽക്കുന്ന ഇലകളുണ്ടല്ലോ, അതുപോലെ പഴുത്ത് നിൽക്കുന്ന ഇലകൾ, അതൊക്കെ ഞാൻ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് മാറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വളം ചെയ്യുമ്പോൾ വലിയ ഇലകളായിട്ട് നിൽക്കുന്നത് കൂടുതൽ അവരുടെ കൺസംഷന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതേപോലെ തന്നെ നമ്മളൊരു ചെടീനെ എടുത്തിട്ടാണ് ആ ചെടിയിൽ എന്തെങ്കിലും പുഴുക്കുത്തുണ്ടോ അതുപോലെ തന്നെ കണ്ട് ഈ ഓട്ടയുള്ള ഇലയൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിക്കളയാം. പിന്നെ ആ ചെടിക്ക് വെയിറ്റ് കൂടിയിട്ട് അത്രയധികം വഴുതനങ്ങയാണ് ആ ചെടിയിൽ ഉണ്ടാവണേ. അപ്പോൾ നല്ലോണം വെയിറ്റ് കൂടിയ കാരണം കൊണ്ട് ഞാനൊരു PVC പൈപ്പൊക്കെ കൊടുത്ത് അതിനൊന്ന് ഫേമാക്കി നിർത്തിയിട്ടുണ്ട്. ഇതേപോലെ ഇപ്പം ഇതിൽ കുറച്ച് മുട്ടുകളുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ ഈ ഒരു ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു 2 വീക്സ് കഴിയുമ്പോഴാണ് ശരിക്കും അതിലേക്ക് ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഈ ഒരു ജൈവ സ്ലറി ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കീടബാധകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞോളൂ. അപ്പോൾ നമ്മൾ ഓരോ ചെടീനെയും നമ്മൾ സെപ്പറേറ്റ് ഇതേപോലെ ഒന്ന് നോക്കിയൊക്കെ 5 മിനിറ്റേ വേണ്ടോ, ഒന്ന് ജസ്റ്റ് നോക്കി നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഇതിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഒരു പ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ നമ്മുടെ പുതിയ പുതിയ കായകൾ ഉണ്ടാവുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് വരുന്ന ഇലകൾ അധികം കട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അബദ്ധവശാലും 1-2 ഇലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ആ പൂവൊക്കെ ഇങ്ങനെ വാടി അത് അവിടെ ഒരു ഗ്രോത്ത് ഇല്ലാത്ത പോലെ തോന്നി. അതേസമയം എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ഇത് നിൽക്കുന്നുണ്ടല്ലോ, ചെടിയുടെ കായ നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അവിടെ ആ ഒരു ഇല നിൽക്കുന്നത് ആക്ച്വലി അതിനൊരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്ന
പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയ കാരണം കൊണ്ട് ഞാൻ പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള സംഭവങ്ങളൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വലിയ ഇലകൾ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ചെടിയുടെയും അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇലകൾ വലിയ വലിയ ഇലകൾ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 10 കട വഴുതനങ്ങയാണ് വെച്ചിട്ടുള്ളത്. വഴുതനങ്ങ മാത്രമല്ല, കൊത്തമരയുണ്ട് എൻ്റെ പറമ്പിൽ, അതേപോലെ തന്നെ ചീരയുണ്ട്, അതേപോലെ വഴുതനങ്ങ തന്നെ ഒരു 2-3 വെറൈറ്റി ഞാൻ വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ കാത്തിരുന്ന് ഓൾമോസ്റ്റ് ഒരു 1 to 2 ഇയേഴ്സായി ഞാൻ ഈ ഒരു കൃഷിയുടെ ഇത് തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഉപകരണം കണ്ടോ, മണ്ണുമാന്തി പോലത്തെ ചെറിയൊരു ഇതാണ്. അത് ഞാൻ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഞാനിത് ഒരിക്കലും നിർത്തിപ്പോവില്ല എന്ന് എനിക്ക് തോന്നിയ നിമിഷം ഞാൻ പോയി മേടിച്ചതാണ്. കാരണം ചില ആൾക്കാരൊക്കെ ആദ്യമേ കുറേ സാധനങ്ങൾ മേടിച്ച് വെക്കും, എന്നിട്ട് അതൊക്കെ അവിടെ കട്ടപ്പുറത്തിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് മേടിക്കാം. അതിന് ശേഷം നമ്മൾ ഇതേപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കപ്പ് കൊണ്ട് എല്ലാത്തിൻ്റെയും കടയിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോസസ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്ലറി ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്ലറി അങ്ങനെ തന്നെ കൊണ്ടൊഴിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് എപ്പോഴും കിട്ടുന്നത് ഇതേപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ഒരാഴ്ചയ്ക്ക്. കാരണം എനിക്ക് കടയിൽ പോകണം, ഞാൻ രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോൾ കടയിലേക്ക് പോവും. അപ്പോൾ പിന്നെ വൈകുന്നേരമാണ് തിരിച്ചു വരിക. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ നോട്ടം കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതേ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ സെറ്റാക്കി നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആവാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്ത് വരുന്ന ചപ്പ് ചവറുകൾ ഇതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ അടിച്ചു കൂട്ടിയിടും. അപ്പോൾ പരിസരവും ഇതും വൃത്തിയായി കിടക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കൃഷി അറിവുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.